ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് അത് വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ കേരളത്തിലും SFI പരീക്ഷിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ റീൽസിലെല്ലാം കാണുന്ന പോലെ പോലീസുകാരെ പുറകെ ഓടിച്ചിട്ട് സബ്വേ സർഫസ് BGM ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്ന പയ്യന്മാരെ നമ്മൾ കണ്ടു. ബാരിക്കേഡിന്റെ അപ്പുറത്തും ഷട്ടിൽ കളിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടു. അപ്പോൾ ആ പ്രതിഷേധ രീതി SFIന്റെ ഒരു രീതി ഓഫ് പ്രൊട്ടസ്റ്റിന്റെ അതിനും ഡിഫറെൻ്റ് ആണ് ഇപ്പോഴത്തെ ഈ പ്രൊട്ടസ്റ്റ്. അപ്പം ഇതിൽ നിന്ന് എന്താണ് SFI നേതാവ് എന്നുള്ള നിലയ്ക്ക് പഠിച്ചൊരു പാഠം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ലേൺ ചെയ്തിട്ടുണ്ടോ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ നിന്ന്? അല്ല, ഈ സമരത്തിന്റെ രീതികളിലെ എല്ലാ തരം രീതികളും ഉണ്ട്. കാരണം നിരാഹാര സമരമാണല്ലോ ഈ സമരത്തിന്റെ ഒരു പ്രധാന ആയുധം. നിരാഹാര സമരം ഗാന്ധിയുടെ സമരായുധം. അതേപോലെ ഇന്ത്യ രാജ്യത്ത് അനേക കാലങ്ങളിൽ തുടർന്നു വന്നൊരു സമരരീതി ഒരു വശത്ത് തുടരുന്നുണ്ട്. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം SFI നേതാക്കളായിട്ടുള്ള ആദർശും ঐശി ഘോഷും തുടർന്ന സമരം, ASF നേതാവായ നേഹ ബോറയുടെ നിരാഹാര സമരം. ഒരു വശത്ത് നിരാഹാര സമരം ഇതിന്റെ സമരായുധമായി നിൽക്കുന്നു. പിന്നീട് ഉണ്ടാകുന്നതെല്ലാം ആ സമരത്തോട് സ്റ്റേറ്റ് എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനനുസരിച്ചാണ് സമരരീതികൾ ഉണ്ടാവുക. നിരാഹാര സമരം തുടങ്ങി, അവിടെ വിവിധ കോർണറുകൾ സെറ്റ് ചെയ്യപ്പെട്ടു, അവിടെ പോസ്റ്ററുകൾ ഉണ്ടാവുന്നു, കൾച്ചറൽ ഇവന്റ്സ് എല്ലാം സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഒരു സമരം പോകുമ്പോൾ ആ സമരത്തോട് പോലീസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് പിന്നീട് സമരം ഉണ്ടാവുക. സോനം വാങ്ചുക്കിനെ വെള്ള തുണി മറച്ചുകൊണ്ടാണ് എടുത്തുകൊണ്ട് പോയത്, തട്ടിക്കൊണ്ടുപോയത് എന്ന് വേണം കൃത്യമായി പറയാൻ. ആ സംഭവത്തിന് ശേഷമാണ് വലിയ പാർലമെന്റ് മാർച്ച് ഉണ്ടാവുക. ആ പാർലമെന്റ് മാർച്ചിന് ശേഷമാണ് സമരരീതി മാറുന്നത്. അപ്പോൾ താങ്കൾ ഇവിടെ ചോദിച്ചതുപോലെയുള്ള ഒരു പൂക്കി സമരരൂപങ്ങൾ മാത്രമല്ല അവിടെ ഉള്ളത്. അവിടെ ആ സമരത്തിനെ ഭീകരമായി പോലീസ് നേരിടുന്നുണ്ട്. പെല്ലറ്റ് ഉപയോഗിച്ചു, 6 റൗണ്ട് പെല്ലറ്റ് ഉപയോഗിച്ചു. നമ്മൾ മുമ്പ് കാശ്മീരിലാണ് പെല്ലറ്റിന്റെ ഒരു ഭീകരാവസ്ഥ കണ്ടത്. ഈ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് ബീഹാറിൽ നടത്തിയ സമരത്തോട് പോലീസ് എങ്ങനെയാണ് പെരുമാറിയത്? AK-47 എടുത്ത് വെടിവെച്ചു. ഭീകരമായ പോലീസ് മർദ്ദനം ഉണ്ടായി. പെൺകുട്ടികളെ അടക്കം തെരുവിൽ ഭീകരമായി മർദ്ദിച്ചു, കൈകാര്യം ചെയ്തു. ഇതെല്ലാം ഒരു വശത്തുണ്ട്. അതിനെതിരായ വളരെ മിലിറ്റന്റ് ആയ ഒരു റെസിസ്റ്റൻസ് യൂത്ത് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്നതോടൊപ്പം തന്നെ സമരത്തെ ഒരല്പം കൂടി കടന്ന് സർഗാത്മകമാക്കി. ചൈനീസ് വിപ്ലവ നേതാവ് മാവോ പറയുന്നുണ്ട്, സമരങ്ങൾ സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യങ്ങൾ കവിതകളായി മാറും. ആ ഒരു അനുഭവം നമുക്ക് ഈ സമരത്തിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. അവിടെ പ്രധാനമായും SFI എന്നുള്ള നിലയിൽ ഞങ്ങൾ വിചാരിക്കുന്നത്, മുൻകാലങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സമര പരിസരങ്ങളിൽ നിന്ന് ഉയർന്ന കവിതകളെല്ലാം ഇവിടെ ഉണ്ടായി. സർഫ് ഫറോഷ് കി തമന്ന, അതേപോലെ ആസാദി മുദ്രാവാക്യങ്ങൾ, ഹം ദേക്കേംഗെ, ഇങ്ങനെ തുടങ്ങി ഇടതുപക്ഷം ഉയർത്തിയ കവിതകളും മുദ്രാവാക്യ ഗാനങ്ങളും തന്നെ ഉണ്ടായിരുന്നു അവിടെ. അതോടൊപ്പം തന്നെയുള്ള സമര രീതികളിൽ ഒന്ന്, ഒരു കുട്ടി നമ്മുടെ ജാമിയ മില്ലിയയിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു സഖിയാണ് ഒരു പോലീസിനെ വിളിച്ചിട്ട്, പോലീസ് അങ്കിൾ ബസ്തക്കന ഹൊയ്യ എന്ന് പറയുന്ന ഒരു വീഡിയോ, അത് വളരെയധികം വൈറലായി. അതുപോലെ ചായ് വാല എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഒരു സമരം, അതിന്റെ മുഖമായിട്ട് SFIക്കാർ തന്നെ വന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് ബാൽ നരേന്ദ്ര എന്ന് പറയുന്ന ഒരു റീൽ കണ്ടില്ലേ? കുട്ടികൾ നരേന്ദ്രമോദിന്റെ ബാല്യകാലം കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു ബാൽ നരേന്ദ്ര, അതിലും ബാഡ്ജ് കുത്തിയ SFIക്കാരെ കണ്ടു. ഈ സമരങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ കൂടിയും ഒരു ജനറേഷനെ സമരമുഖത്ത് അണിനിരത്തുമ്പോൾ ആ സമരത്തെ ക്രിയേറ്റീവായ ഒരു ഇടമാക്കി മാറ്റാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് SFI കൂടെ ഈ സമരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ മുമ്പൊക്കെ കണ്ട് ശീലിച്ച ബാരിക്കേഡിൽ നമ്മൾ നിൽക്കുന്നു, തള്ളുന്നു, മേലെ കയറുന്നു. ജലബീരങ്കി വരുമ്പോൾ നമ്മൾ അതിന് മുന്നിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതെന്ന് മാറി ജലബീരങ്കി വരുമ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ആ ഡാൻസ് കളിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ ഷട്ടിൽ കളിക്കുന്നു. ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് അത് വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ കേരളത്തിലും SFI പരീക്ഷിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് പോലീസ് തല്ലാൻ വേണ്ടി ലാത്തി പൊക്കി പിടിക്കുമ്പോൾ ദേശീയഗാനം പ്രയോഗിക്കുക. അപ്പോ നമ്മൾ ഈ സ്റ്റാച്യു എന്നൊക്കെ പറഞ്ഞ് നിൽക്കാറില്ല, അതുപോലെ പോലീസിനെ തന്നെ അവിടെ സ്തബ്ധരാക്കുന്ന നിലയിലേക്കുള്ള സമരം. അങ്ങനെ വ്യത്യസ്തമായ കുറെ അനുഭവങ്ങളുണ്ട്. അപ്പൊ അത് ഓരോ തലമുറയും ഉൽപ്പാദിപ്പിക്കുന്ന സമരരീതികളാണ്. അതിൽ പാഠങ്ങളുണ്ട്. അത് പുതിയ ഒരു സമരമായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.